എടോ നമുക്കും ചെയ്തെടുക്കാവുന്നൊരു ബ്ലഡ് ബാഗ് സിമ്പിളാണേന്നേ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. കടൽ ക്ലൗഡിലും നിനുഷാജിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ നോക്കി ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊരു ഒരു പേരിന് ഒരു ബ്ലഡ് ബാഗ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയ സംഭവമാണ്. എക്സാമൊക്കെ കഴിഞ്ഞ സംഭവ ക്ഷീണത്തിലൊക്കെ ആയിരിക്കും എല്ലാവരും എന്ന് വിചാരിച്ചത്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലുണ്ട് പിടിച്ചിട്ടുള്ളതാണ്. സിമ്പിളാണ്. സാൻഡ്രിയോ, മെലഡി ക്യാരക്ടേഴ്സ് എല്ലാം ഇത് വരച്ചെടുക്കുക. സിനമറോൾ, കുറോമി, പോം പോം, പുതിന, ഹലോ കിറ്റി, അങ്ങനെ കുറേ ഉണ്ടല്ലോ. മൈ മെലഡി ഇവരൊക്കെ വരച്ചെടുത്തിട്ട് ബ്ലൈൻഡ് ബാഗിൻ്റെ ഫ്രണ്ട് പേജ് ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഞാനായിട്ട് ആ സർപ്രൈസ് ക്യൂരിയോസിറ്റി കോളാക്കണില്ല. ഫസ്റ്റ് നമുക്ക് എന്താ കിട്ടിയിരിക്കണമെന്ന് യു ഗോട്ട് എന്നാണ്. എന്താ കിട്ടിയിരിക്കണം? കോമൺ. ഫസ്റ്റിൽ തന്നെ നമ്മൾ എപ്പിക്കോ റെയറൊന്നും എടുക്കണില്ല, കോമൺ എന്നല്ല പിടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫുള്ള് കോളായിരുന്നു. ഞാൻ കാണിച്ചുതരാം. ഞാനായിട്ട് അതും പറയണില്ല. അത് ഒട്ടിപ്പിടിച്ചിട്ടായിരുന്നു ഇത് ഫുള്ള്. ഓക്കെ, അപ്പം നമുക്കിതൊരു കോമൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലൊരു സംഭവം വെച്ചിട്ട് ആ സംഭവത്തിന് മേലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ആ സംഭവത്തിന് പകുതി മുക്കാലും ആ പേപ്പറിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചത് ഞാൻ റൈറ്റിലൊക്കെയാണ് കട്ടൗട്ട് ചെയ്യണത്. അപ്പോൾ ആ ഒരു പൊട്ടത്തിന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. സിമ്പിളായിട്ട് ഞാൻ വെറുതെ ആ സംഭവം കൊണ്ടേക്ക് ആഡെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇപ്പോൾ കാണും. എനിക്കത് ഫുള്ള് ഒട്ടി മനസ്സിലായില്ല സംഭവം എന്താണെന്ന്. കണ്ടെന്നറിയില്ല. പെൻസിലാണ് ചെയ്തെടുത്തത്. കണ്ട ആ സിനമോറ കൊണ്ട് തല മൊത്തമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സാരമില്ല, ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു തകരാറ് കാണുമല്ലോ. ഏതൊരു പോലീസിന് ഫസ്റ്റ് ഒരു മിസ്റ്റേക്ക് കാണുമല്ലോ. അപ്പോൾ അതൊന്നും വലിയ സീനൊന്നും ചെയ്യാം. ഇത് അടുത്തത് അതും കീറി ഗൈസ്. ഒരു ലെറ്ററാണേ. നമ്മളിതൊരു പോം പുരിക്ക് വേണ്ടി എഴുതിയ ലെറ്ററാണ്. കണ്ടോ ഗൈസ്, ഇതൊരു ഇത് നമുക്ക് ജസ്റ്റ് ഒരു ക്യാരക്ടറിനാണ്. ഇതൊരു കീ ചെയിനുമാണ്. പിന്നെ ഇതൊരു ഗേളിൻ്റെതാണ്. ആ ഈ ഗേൾ അതിലൊരു കുട്ടി ക്യാരക്ടറായി വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ നോക്കാം. അപ്പോൾ ഇതിലൊരു കുറോമിയും ഹലോ കിറ്റിൻ്റെയും ഒരു ചെറിയ ഷോ പീസാണ്. കഴിഞ്ഞ് തോന്നുന്ന സംഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ കേട് വന്നാൽ ചെറിയ അല്ല, ഒന്നും കൂടി ഉണ്ട്. സോറി, ഞങ്ങൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട് പ്രാങ്ക് ഇട്ടാണ്. ശരിക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ലേക്ക്. നമുക്ക് കട്ട് ചെയ്യാം. കമോൺ വാട്ട്സ് ദാറ്റ് 1 2 3. അതൊരു ഹലോ കിറ്റി ആയിരുന്നു. സ്ക്വിഷി ആയിരുന്നു. അത് കണ്ടാൽ പറയുമെന്ന് അറിയില്ല. ഒരു ഹലോ കിറ്റി സ്ക്വിഷി ആയിരുന്നു. അപ്പോൾ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ബാഗൊന്നും കൊണ്ടേ കളയത്തില്ല. കാരണം അതെന്തെങ്കിലുമൊക്കെ ചെയ്ത് യൂസ്ഫുൾ ആക്കിക്കൂടേന്ന് ആലോചിച്ചിട്ടാണ് അതൊന്നും കളഞ്ഞിട്ട് ചെയ്യാം. നമുക്ക് ആ പെൻസിലുണ്ടല്ലോ, അതെന്തെങ്കിലുമൊക്കെ ചെയ്ത് ശരിയാക്കണ്ടേ. വഴിയുണ്ട്. ഓക്കെ, രാത്രി നമ്മൾ കിട്ടിയ സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. ലോങ് വീഡിയോ എടുത്ത സമയത്ത് ഷോർട്ട് വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് വേണ്ടി എല്ലാ ധൈര്യത്തിൽ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് ജസ്റ്റ് എടുക്കണ മാതിരിയാണ് വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു അബ്നോർമാലിറ്റീസ് അതിലുണ്ടാവും. സീനാക്കണ്ട, ലോങ് വീഡിയോ കണ്ടാൽ പോരെ. ഷോർട്ട് വീഡിയോ ഞാൻ ലോങ് വീഡിയോ മെൻഷൻ ആക്കിക്കൊണ്ട് നമുക്ക് ആ കിട്ടിയ ഒരു ഷോ പീസ് ഉണ്ടല്ലോ ക്യാരക്ടേഴ്സിൻ്റെ, അത് നമുക്ക് ഈ പെൻസിൽ ഒട്ടിച്ചിടാം. സാരമില്ല, മെലഡീൻ്റെ ആ ഒരു പോയി. സിനിമ റോൾ ചെയ്യുമ്പോൾ ചെവി ശരിയാവണില്ല. ആ ഒരു ബണ്ണിയിലെ ചെവികൾ ശരിയാവാത്തതാണ് ഈ മൈ മെലഡിമ പിടിച്ചത്. അപ്പോൾ നമുക്ക് ആ ഡെസ്കൊക്കെ ക്ലീനാക്കി റെഡിയാക്കി. അപ്പോൾ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ഈ സംഭവങ്ങളൊക്കെ? ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യാനിഷ്ടമാണ്, ഷോ ചെയ്യാനിഷ്ടമാണ്. അപ്പോൾ ബൈ.